ഏറെ നാളുകൾക്ക് ശേഷം റഷ്യ-യുക്രൈൻ യുദ്ധം അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അക്ഷീണം പ്രവർത്തിക്കുമ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുക്രൈൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രശ്നപരിഹാരത്തിനായി ആത്മാർത്ഥമായി ഇടപെടുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുക്രൈനും റഷ്യയും ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് യുദ്ധത്തിന് പരിഹാരം കാണണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിടത്തുവരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മോദി ഇക്കാര്യം നിർദ്ദേശിച്ചത്. യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷ നിലപാടല്ല സ്വീകരിച്ചതെന്നും രാജ്യമെന്നും സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംഘർഷം കുറയ്ക്കുന്നതിനായി സമാധാന ചർച്ചയ്ക്കും നയതന്ത്രത്തിനും വേണ്ടി ഇന്ത്യ എല്ലായ്പ്പോഴും നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചും മോദി സൂചിപ്പിച്ചു. യുദ്ധവും അക്രമവും ഒന്നിനും പരിഹാരമല്ലെന്ന് ആവർത്തിച്ച മോദി മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി ക്രിയാത്മക ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. സമാധാന ശ്രമങ്ങളിൽ സജീവ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും വ്യക്തിപരമായി എനിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അത് ചെയ്യുമെന്നും നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നതായും മോദി പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലും ആയുധ കച്ചവടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബൈഡന്റെ അമേരിക്ക. യുക്രൈനിന് $125 മില്യൺ മൂല്യമുള്ള പുതിയ സൈനിക പാക്കേജ് പ്രഖ്യാപിച്ച് എരുതിയിൽ എണ്ണ പകരുന്ന നയമാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. യുക്രൈൻ ജനതയ്ക്കുള്ള US-ന്റെ സുസ്ഥിരമായ പിന്തുണയാണിതെന്നാണ് വൈറ്റ് ഹൗസിന്റെ ഭാഷ്യം. സംഘർഷം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഇരുപക്ഷത്തിനും വ്യക്തമായ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. സമാധാന ശ്രമങ്ങൾ ഏറെ നടന്നിട്ടും കൂടുതൽ അത്യാധുനിക പോർ വിമാനങ്ങളും ആയുധങ്ങളും പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. വ്യോമശക്തിയുടെ കാര്യത്തിൽ യുക്രൈൻ ഏറെ പിന്നിലാണെങ്കിലും US ഉൾപ്പെടുന്ന നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പോർ വിമാനങ്ങളും AI ഡ്രോണുകളും മറ്റും ആയുധങ്ങളും എത്തിക്കുന്നതോടെ സംഘർഷത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരും. അത്യാധുനിക പാശ്ചാത്യ പോർ വിമാനങ്ങൾ, പ്രത്യേകിച്ച് US നിർമ്മിത F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ ഏറെ കാലമായി യുക്രൈൻ ആവശ്യപ്പെടുന്നുണ്ട്. 2 വർഷത്തോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് US-ഉം സഖ്യകക്ഷികളും യുക്രൈന് F-16 വിമാനം നൽകാൻ സമ്മതിച്ചത്. തുടർന്ന് ചില പോർ വിമാനങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇതിനിടെ F-16 വെടിവെച്ച് വീഴ്ത്തുന്ന ആദ്യ റഷ്യൻ പൈലറ്റിന് 15 ദശലക്ഷം റൂബിൾ നൽകുമെന്നും റഷ്യൻ കമ്പനിയായ ഫോറസ് പ്രഖ്യാപിക്കും വരെ ചെയ്തിട്ടുണ്ട്.